അങ്ങനെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിൽ മുമ്പത്തെ ഒരു സീനാണ്. അപ്പോൾ ലീത്തയോ വന്നിട്ട് പറയും, നമ്മൾ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ, നീ എന്നെ മിസ് ചെയ്യല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, നിനക്കൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ പോവാണ്, എനിക്ക് ബിസിയാന്നൊക്കെ പറഞ്ഞിട്ട് അവളാണെങ്കിൽ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അവൻ പറയും, നീ പോവല്ലേ, നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ അവളിങ്ങനെ പറയും, നിനക്ക് റെസ്പോൺസിബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം നീ കല്യാണം കഴിക്കണ്ടെന്നുള്ള രീതിക്ക് തന്നെ അവളാണെങ്കിൽ എന്തോ പിണക്കത്തിൽ തിരിഞ്ഞ് നടന്നു പോകുമ്പോൾ തന്നെ എന്താ അവനാണെങ്കിൽ ആ ഒരു കാറിൽ ഒരു പാട്ട് വെക്കും കേട്ടോ. മണ്ണാനൊള്ളി എന്ന് പറഞ്ഞ ഒരു കൊറിയൻ ഗാനമായിരിക്കും. അപ്പം അത് പാട്ട് വെക്കുമ്പോൾ ഇവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ടായിരിക്കും. അങ്ങനെ ഇവനാണെങ്കിൽ അവളുടെ അടുത്തേക്ക് വന്നിട്ട് റിങ് ഇട്ടിട്ട് പറയും, ഞാൻ ഒരുപാട് നാളായി ഇതിൻ്റെ പുറകെ നടക്കുന്നത്, ഞാൻ എന്തായാലും നീ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് മാത്രമല്ല കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞത്, നിനക്കറിയില്ലേ എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല സുൻവോ, നമുക്ക് കല്യാണം കഴിക്കാം, നമുക്ക് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവളെ കെട്ടിപ്പിടിക്കുമ്പോൾ അവൾക്കും ഒരുപാട് സന്തോഷം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിന് മുന്നേ തന്നെ അവൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരിക്കും. ആ ഒരു സമയത്ത് ഇവളാണെങ്കിൽ ഇവൻ ആ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കും. ഇവൻ ആദ്യമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവൾ വല്ലാതെ ഒരു സങ്കടമാകും കേട്ടോ നമ്മുടെ സുൻവോക്ക്. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ലീത്തയും ആണെങ്കിൽ ദാക്യോങ്ങിൻ്റെ വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ എന്താ അവിടെ ഡോർ ഉറക്കില്ല. അവൻ ഒരുപാട് വിളിക്കുന്നുണ്ടെങ്കിലും ഡോർ ഉറക്കില്ല. അങ്ങനെ അവനാണെങ്കിൽ ഫോണിൽ വിളിക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ അവളാണെങ്കിൽ ഡോർ തുറക്കും. അപ്പോൾ അവളുടെ കൂട്ടുകാരി ആണെങ്കിൽ വന്നിട്ട് പറയും, എടി നിന്റെ ഉദ്ദേശം എന്താ, നീ എന്തിനാ വെറുതെ ലീത്തയോട് പറയാൻ പറഞ്ഞത്, അവളെ കൊച്ചിനെ അബോട്ട് ഇത് കളയില്ലായിരുന്നോ, നീ എന്താ ഡിവോഴ്സ് ചെയ്യാനാണോ പ്ലാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, എന്താണെങ്കിലും എനിക്കൊരു കാര്യം അറിയണം, അദ്ദേഹത്തിന് എന്നോടാണ് അവളോടാണ് ഇഷ്ടം കൂടുതലെന്ന് എനിക്ക് അറിയണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കൂട്ടോ. ആ ഒരു സമയത്ത് ലീത്തയെ പറയും, എടി നീ എന്താണ് എന്നോട് പറയാണ്ടിരുന്നതെന്നൊക്കെ പറയുമ്പോൾ അവളിങ്ങനെ പറയും, എന്തായാലും നമുക്ക് ബ്രേക്കപ്പ് ആവാമെന്ന് പറയുമ്പോൾ ഇവനിങ്ങനെ ഇവളോട് പറയും, നിനക്കറിയാലോ എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്ന്, എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല ദാക്യോങ് എന്നൊക്കെ പറയുമ്പോൾ ദാക്യോങ് പറയും, നിനക്കെന്നാൽ 2 മാസം സമയം തരും, മര്യാദക്ക് അവളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി ഡിവോഴ്സ് മേടിപ്പിച്ചോളണം, എനിക്ക് ഇങ്ങനെയൊന്നും ഒളിച്ച് നടക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവനിങ്ങനെ പറയും, ഞാൻ നോക്കട്ടെ എന്ന് പറയുമ്പോൾ തന്നെ അവൾ പറയും, എനിക്കതൊന്നും അറിയണ്ട, നീ എൻ്റെ ഫോൺ എങ്ങാനും കട്ട് ചെയ്ത പിന്നെ നമ്മൾ തമ്മിലുള്ളത് തീർന്നെന്നും പറഞ്ഞ് അവളാണെങ്കിൽ റൂമിൽ കയറി ഇരിക്കൂട്ടാം. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സുൻവോയാണെങ്കിൽ അവളുടെ അമ്മായിയമ്മയുടെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാകും. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും, ഇൻഫെക്ഷൻ ഇപ്പോൾ കൂടി, ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടെന്നൊക്കെ ആ ഒരു അമ്മയുടെ സ്റ്റേറ്റിൽ ഇങ്ങനെ പറയും കേട്ടോ. ആ ഒരു സമയത്ത് ഇവളാണെങ്കിൽ അവിടെ നിൽക്കുമ്പോൾ അമ്മ ഇങ്ങനെ പറയും, മോളെ ഞാൻ കാരണം ബുദ്ധിമുട്ടിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും, അതൊന്നും സാരമില്ല, അമ്മ ഉറങ്ങുമ്പോൾ ഞാൻ പൊക്കോളാന്ന് പറയുമ്പോൾ അമ്മ പറയും, മോള് ലീത്തയോടത്ത് നല്ല രീതിക്ക് നീക്കണം, അങ്ങനെയാണെങ്കിൽ അവൻ എവിടെ പോയാലും തിരിച്ചു വരും, അവനിക്ക് നീയും മോനാണ് ലോകം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ അമ്മയ്ക്ക് ഇത്ര അസുഖം കൂടി നേഴ്സൊക്കെ വന്നിട്ട് ഇങ്ങനെ പരിചരിക്കുന്നുണ്ടാകും. അപ്പോൾ അവൾക്കത് കേൾക്കുമ്പോൾ എന്തോ പോലെ തോന്നും. അങ്ങനെ ഇവളാണെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ എന്താ ലീത്തയോ ആണെങ്കിൽ ഇവളെ സോപ്പിടാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ടാകും കേട്ടോ. ആ ഒരു സമയത്ത് ഇവളാണെങ്കിൽ അവനക്ക് ഏപ്രിലേക്ക് ഇട്ട് കൊടുക്കും. ആ ഒരു സമയത്ത് അവളിങ്ങനെ ചോദിക്കും, രാവിലത്തെ ആ പ്രശ്നം സോൾവ് ആക്കിയോ എന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ പെട്ടെന്ന് ഒരു കാര്യം ആലോചിക്കും കേട്ടോ. ഇവനും അതേപോലെ തന്നെ സുൻവോടെ കൂട്ടുകാരില്ലേ ഗൈനിക്കിലെ ആ ഒരു ഡോക്ടറും തമ്മിലുണ്ടായിരുന്ന ഒരു കോൺവെർസേഷനാണ്. അപ്പോൾ ഇവനാണെങ്കിൽ ഇങ്ങനെ ആ ഒരു ദാക്യോങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ അവൾ പറയും, ഒരിക്കലുമില്ല, നീ എന്തിനാ അവളുടെ പുറകെ നടക്കുന്നത്, നിനക്ക് സുൻവോ ഇല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും, അതൊന്നും എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, എനിക്ക് 2 പേരോടും ഉള്ള ആ ഒരു സ്നേഹം സിൻസിയറാണ്, എനിക്ക് ദാക്യോങ്ങിൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് ജീവനുള്ള പോലെയാണ്, എൻ്റെ ഇമാജിനേഷനിലൊക്കെ ഇത്തിരി കൂടുതലുള്ള പോലെയാണ് അവളുടെ കൂടെ നിൽക്കുന്നത്, എനിക്ക് 2 പേരെയും ഒഴിവാക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ കൂട്ടുകാർ പറയും, നീ ഇതെന്ത് പൊട്ടത്തിലാണ് പറയുന്നത്, ആർക്കെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ 2 പേരെയൊക്കെ സ്നേഹിക്കാൻ പറ്റുമെന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയും, നിനക്ക് അറിയാത്തതുകൊണ്ടാണ്, എനിക്ക് എന്തായാലും 2 പേരെയും ഒഴിവാക്കാൻ ബുദ്ധിമുട്ടാന്നൊക്കെ അവളോട് ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പം അവനാണെങ്കിൽ അതൊക്കെ ആലോചിച്ചിട്ട് പറയും, ഞാൻ അതൊക്കെ സോൾവ് ആക്കി, നീ രാവിലെ പറഞ്ഞ കാര്യം ഞാൻ പിന്നെയാണ് ആലോചിച്ചത്, ഞാൻ ഭയങ്കര തിരക്കായതുകൊണ്ട് നിനക്കധികം കെയർ തരാറില്ല, എന്നോട് ക്ഷമിക്കണം, ഇനി മുതൽ ഞാൻ അതൊക്കെ നോക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവനാണെങ്കിൽ അവളെ സോപ്പിട്ട് നിൽക്കുമ്പോൾ അവൾ കൂടുതലും മൈൻഡൊന്നും വെക്കില്ല കേട്ടോ. എന്നിട്ട് പിറ്റേന്നാകുമ്പോൾ അവൾ വക്കീലിനെ കാണാൻ വേണ്ടിയിട്ട് പോകട്ടോ ഈ ഡിവോഴ്സിൻ്റെ കാര്യത്തിന്. അപ്പോൾ ആ ഒരു വക്കീൽ ഇങ്ങനെ പറയുന്നുണ്ടാകും, നമുക്ക് എവിഡൻസ് വേണം, അതിന് ഒരിക്കലും നീ ക്യാമറ ഒന്നും യൂസ് ചെയ്യരുത്, അതുപോലെ തന്നെ ഈ ലൊക്കേഷൻ ഡിവൈസ് ഒന്നും യൂസ് ചെയ്യരുത്, അതൊക്കെ ഇല്ലീഗലാണ്, അത് മാത്രമല്ല ഡിറ്റക്റ്റീവിനെ കാണരുതെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ അവൾ പറയും, പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു പറയുമ്പോൾ അയാൾ പറയും, നീ നിൻ്റെ ഹസ്ബൻഡിനെ ഫോളോ ചെയ്യണം, അവർ ഹോട്ടൽ റൂമിലേക്ക് കയറണം, കണ്ടാലും മതി, നമുക്ക് അവിടുത്തെ CCTV എടുക്കാം, അതായാലും മതി എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ, അല്ലെങ്കിൽ അവരുടെ കൂടെ ഉള്ള ഒരു വീഡിയോയോ ഫോട്ടോയോ എന്തായാലും മതി എന്നൊക്കെ ഇങ്ങനെ പറയും, അത് നീ തന്നെ പുറകിൽ പോകണം എന്ന് പറയുമ്പോൾ അവൾ പറയും, ഞാൻ തന്നെ പോകണമെന്ന് വയ്ക്കുമ്പോൾ
ആ ഒരു പുള്ളിക്കാരൻ പറയും നിങ്ങൾ തന്നെ പോകണം എന്നിങ്ങനെ പറയും കേട്ടോ. എന്താണെങ്കിലും ഞാനൊരു കാര്യം ഒരു തവണയോടെ ചോദിക്കാം, നിങ്ങൾക്ക് ശരിക്കും ഡിവോഴ്സ് വേണോ? നിങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റില്ല, ഒന്നല്ലെങ്കിൽ കണ്ണടക്കുന്നത് നല്ലതെന്നൊക്കെ പറയുമ്പോൾ അവൾക്കാണെങ്കിൽ എന്തോ അതൊന്നും അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവൾ അതൊക്കെ ആലോചിച്ചിട്ട് ആകെ ടെൻഷൻ അടിച്ച് പുറത്തോട്ട് വരും കേട്ടോ. അങ്ങനെ പുറത്തോട്ട് വന്ന് പുള്ളിക്കാരത്തി ആകെ ഒരു എന്താ പറയുക ഒരു മറിമായത്തിലൊക്കെ നിൽക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഹെൻസോടെ ആ ഒരു മുറിവിലൊക്കെ അവളങ്ങനെ സ്റ്റിച്ചൊക്കെ ഇതാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ അവളുടെ മുറിവൊക്കെ ഉണങ്ങി വരും. അപ്പോൾ അവളിങ്ങനെ ചോദിക്കും, നിനക്കിപ്പോൾ ആ ഹോട്ടലിൽ നിൽക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ അവൾ പറയും, ബുദ്ധിമുട്ടൊന്നുമില്ല, ഇപ്പം എൻ്റെ ബോയ് ഫ്രണ്ട് എന്നെ അന്വേഷിച്ച് വന്നിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും അത് നല്ല കാര്യം എന്ന് പറയും കേട്ടോ. അപ്പോൾ ഹെൻസോ ഇങ്ങനെ പ്രത്യേകം പറയുന്നുണ്ടാകും, നീ എന്താ തീരുമാനിച്ചത്, ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചെന്ന് പറയുമ്പോൾ അവൾ പറയും, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞങ്ങൾക്ക് അങ്ങനെ ഡിവോഴ്സ് ചെയ്യുന്നത് അത്ര എളുപ്പമൊന്നുമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും, എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ ഹെൻസോ പ്രത്യേകം പറയുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സുൻവോയ് ആണെങ്കിൽ യങ്ജുനെ മാത്സിൻ്റെ ബുക്ക് മേടിച്ചിട്ട് ബില്ലടക്കുന്ന സമയത്താണെങ്കിൽ മറ്റവളെയും കാണും കേട്ടോ. ആ ഒരു ദാക്യോങ്ങനെയും കാണും. അവളാണെങ്കിൽ ഇങ്ങനെ ബേബിയുടെ ഒരു ബുക്ക് മേടിച്ചിട്ടുണ്ടാകും. ആ ഒരു സമയത്ത് ഇവർ രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് അവളിങ്ങനെ ചോദിക്കും, നീ അപ്പോൾ വളർത്താൻ തീരുമാനിച്ചെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഞാൻ തീരുമാനിച്ചു, അദ്ദേഹം 2 മാസത്തിനുള്ളിൽ ഡിവോഴ്സ് ചെയ്യുമെന്നാണ് എന്നോട് പറഞ്ഞതെന്ന് പറയുമ്പോൾ അവൾ ചിരിക്കും കേട്ടോ. തിരിച്ചിട്ട് പറയും, സ്വന്തം വൈഫിനെ പറ്റിക്കുന്ന ആളെ നീ നിൽക്കുന്നാലും എന്താ ഇത്ര വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും, ഞങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല, 2 കൊല്ലം ഞങ്ങൾ ഒരുമിച്ച്, അദ്ദേഹത്തിന് എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ നമ്മുടെ പെങ്കുച്ചിനെ അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ രാത്രി ഇങ്ങനെ കിച്ചണിൽ നിൽക്കുമ്പോഴാണെങ്കിലും ഇവളാണെങ്കിൽ ഇതിനെ പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിക്കും. ആ ഒരു അമ്മായിമ്മ പറഞ്ഞതും അതേപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരത്തി ആലോചിച്ചിട്ട് വല്ലാത്തൊരു സങ്കടമാകും അവൾക്ക്. അങ്ങനെ അവൾ രാത്രി തന്നെയാണെങ്കിൽ അവരെ വിളിക്കും കേട്ടോ. ആ ഒരു വക്കീലിനെ വിളിക്കുമ്പോൾ വക്കീൽ പറയും, ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എടുക്കണം എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ബാങ്കിൽ പോകും കേട്ടോ. അപ്പോൾ അവൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നോക്കുമ്പോൾ അയാളിങ്ങനെ പറയും, 3 മാസത്തെ ലോണിൻ്റെ എമൗണ്ട് മുടങ്ങി കിടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അവൾ ചോദിക്കുമേ എന്ത് ലോൺ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആണ് അവൾ അറിയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ പേരിൽ അവനുള്ള ഒരു ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അയാളിങ്ങനെ പറയുന്നുണ്ടാകും, നിങ്ങൾക്ക് ഭയങ്കര തിരക്കായതുകൊണ്ട് അദ്ദേഹം തന്നെ സീല് കൊണ്ടുവന്നാണ് ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവൾ ഓർക്കുമ്പോൾ ആണല്ലേ, എനിക്കറിയില്ലായിരുന്നു അതൊന്നും ഇങ്ങനെ പറയും. എന്നിട്ട് പറയും, ഞാൻ അറിയാത്ത വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് നിൽക്കുമ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ പറയും, പിന്നെ യങ്ജുനിൻ്റെ പേരിലുള്ള നിങ്ങളുടെ മകൻ്റെ പേരിലുള്ള ആ ഒരു പോളിസിയുടെ പൈസയൊക്കെ നിങ്ങളുടെ ഹസ്ബൻഡ് എടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു ഇതായി പോകും കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ സേവിങ്സ് എല്ലാം അവനിങ്ങനെ ഉപയോഗിക്കുകയാണെന്നൊക്കെ ആലോചിക്കുമ്പോൾ പുള്ളിക്കാരത്തേക്ക് വല്ലാത്തൊരു സങ്കടമായിട്ട് അവൾ പെട്ടെന്ന് തന്നെ റൂമിൽ വന്ന് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നോക്കുമ്പോൾ ബാങ്കിലാണെങ്കിൽ അധികം ബാലൻസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ആ ഒരു സംഭവം നോക്കുമ്പോൾ ട്രാൻസാക്ഷൻ്റെ സാധനമൊക്കെ നോക്കുമ്പോൾ എന്താ അതിലാണെങ്കിൽ ഇങ്ങനെ ഗോസാനിൻ്റെ ഒരു കടയിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചതിൻ്റെ ഒരു ലിസ്റ്റൊക്കെ കാണും കേട്ടോ. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നുണ്ടാവുക അവൾ ഇട്ടിരുന്ന ആ ഒരു ബാഗൊക്കെ ഇല്ലേ നമ്മുടെ ലീത്തയോ മേടിച്ചു കൊടുത്തതായിരിക്കും, അതും നമ്മുടെ സുൻബോടെ പൈസയൊക്കെ ആയിരിക്കും മേടിച്ചു കൊടുത്തത്. അപ്പോൾ ഇവളിതൊക്കെ ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെ അങ്ങടേക്ക് യങ്ജുൻ വന്നിട്ട് പറയും, അമ്മേ എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ രാത്രി ആണെങ്കിൽ ഇവള് ഇതൊക്കെ ആലോചിച്ച് ആകെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെ ലിത്തയോ മെസ്സേജ് അയക്കും, ഞാൻ ഇന്ന് ലേറ്റ് ആയിട്ടാണ് വരുന്നത്, നീ കിടന്നോ, എനിക്ക് കുറച്ച് സ്ക്രിപ്റ്റ് ചെയ്താണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ അവൾക്കാണെങ്കിൽ സംശയം വരും. അവൾ ഓർക്കും അവൻ്റെ ആ ഒരു വീഡിയോ പിടിക്കാന്നുള്ള രീതിക്ക് തന്നെ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ ഒരു ഓഫീസിലേക്ക് വരും കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ ആ ഒരു ഫോണിൽ വീഡിയോ ഓൺ ആക്കിയിട്ട് പുള്ളിക്കാരത്തി ആകെ സങ്കടപ്പെട്ടിട്ട് എന്തായാലും അതിൻ്റെ അകത്ത് മറ്റവൾ കൂടെ ഉണ്ടാകും എന്നുള്ള വിചാരത്തിൽ തന്നെ അവൾ തുറന്നു നോക്കുമ്പോൾ എന്താ ശരിക്കും എല്ലാവരും വർക്ക് ചെയ്യണമായിരിക്കും കേട്ടോ. അവൾക്ക് എന്തോ പോലെ ആയി പോകും. അപ്പോൾ അവളിങ്ങനെ പറയും, നീ ലേറ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വന്ന് നോക്കിയതാണ്, എന്തെങ്കിലും കുടിക്കാൻ വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, വേണ്ട എന്നിങ്ങനെ പറയും കേട്ടോ. ഞങ്ങളിപ്പോൾ കഴിച്ചുള്ളൂ സുൻവോ, നീ ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അവളാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങും കേട്ടോ. ആ ഒരു വീഡിയോ ഓഫും ചെയ്യും. ആ ഒരു സമയത്ത് ഇവക്കാണെങ്കിൽ വല്ലാത്തൊരു കുറ്റബോധം തോന്നും, വേണ്ടായിരുന്നു എന്നുള്ള രീതിക്ക്. അങ്ങനെ ഇവനിക്കും എന്തൊക്കെയോ ഒരു സംശയമൊക്കെ തോന്നും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സുൻവോയ് ആണെങ്കിൽ അമ്മായിമ്മ എടുത്ത് വരുമ്പോൾ അമ്മായിമ്മ ഇങ്ങനെ ചോദിക്കും, നീ എന്താ വന്നേന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ ഇങ്ങനെ പറയും, നിങ്ങൾക്കപ്പം നിങ്ങളുടെ മകനെ പറ്റി അറിയാലേ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു റിലേഷനുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ ഇങ്ങനെ പറയും, എന്നോട് അവൻ പറഞ്ഞിരുന്നു, പക്ഷേ എന്തായാലും നിന്നെ മോനെ അവൻ അങ്ങനെ ഒറ്റയ്ക്ക് ചതിക്കില്ല, അവൻ എന്തായാലും ആ പെണ്ണിനെ ഉപേക്ഷിച്ച് നിൻ്റെ അടുത്തോട്ട് വരും എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. നീ അവൻ്റെ ഈ ഒരു കാരണത്താൽ ഈ ഒരു മിസ്റ്റേക്ക് നീ ഒന്ന് പുറത്ത് കൊടുക്കുന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും, ഈ ഒരു മിസ്റ്റേക്കോ, ഇതൊക്കെ വലിയൊരു മിസ്റ്റേക്ക് തന്നെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും. ഞാൻ എങ്ങനെ ഇതൊക്കെ പുറത്ത് കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മ ഇങ്ങനെ പറയും, അവനിക്ക് വേറെ ആരുമില്ല, നീയും യങ്ജുനാണ് അവനിക്കുള്ളൂ, അതുകൊണ്ട് നീ ഒരിക്കലും അവനെ കൈവിട്ട് പോകരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവളിങ്ങനെ പറയും, എന്തായാലും മറ്റേ പെണ്ണിപ്പോൾ പ്രഗ്നൻ്റ് ആണ്, അതുകൊണ്ട് ഇനി അവൻ എന്തായാലും അവളെ നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മ ഇങ്ങനെ പറയും, നീ ഒരിക്കലും ഡിവോഴ്സ് മേടിക്കരുത്, നിനക്ക് ഡിവോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നീ ആദ്യം എന്നെ കൊല്ല്, എന്നെ കൊന്നിട്ട് നീ
ഡിവോഴ്സ് മേടിച്ചാൽ മതി എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയുമ്പോൾ അവളാണെങ്കിൽ ഈ ഒരു അമ്മയുടെ ആ ഒരു നെഞ്ചത്ത് കൈ വെച്ചിട്ട് സുനുവോ ഇങ്ങനെ പറയും, നിങ്ങൾ ജീവനോടെ ഉണ്ടാവണം, ജീവനോടെ കാണണം, ലീത്തയോ ഈ ഒരു ജീവിതത്തിൽ ഇങ്ങനെ തോൽവികൾ സംഭവിക്കുന്നത് നിങ്ങൾ കാണണം, നിങ്ങളത് ഈ ഒരു കിടക്ക് കിടന്ന് തന്നെ കാണണം എന്നൊക്കെ പറഞ്ഞ് അവളാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ ആ ഒരു അമ്മക്ക് വല്ലാത്തൊരു ടെൻഷനൊക്കെ ആവട്ടെ. ശരിക്കും പറഞ്ഞാൽ അവളുടെ ചെലവിനാണ് പുള്ളിക്കാരത്തി അവിടെ നിൽക്കുന്നത്, പുള്ളിക്കാരത്തിനെ പിഴിഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇവനും ഇവൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. എന്നിട്ടും ഇവർ രണ്ടുപേരും കൂടിയാണെങ്കിൽ നമ്മുടെ പെങ്കുച്ചനെ ഇങ്ങനെ ചതിക്കുവാണല്ലോ. അതൊക്കെ ഓർക്കുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു സങ്കടമുണ്ട്. അങ്ങനെ പിറ്റേന്ന് ആകുമ്പോൾ സുൻവോയുടെ അടുത്തേക്കാണെങ്കിൽ അവളുടെ ആ ഒരു നെയ്ബർ വരും കേട്ടോ ചെക്കപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു നെയ്ബറിനാണെങ്കിൽ സുനുവിനെ ചെറുതായിട്ട് ഇഷ്ടമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവളും ലീത്തയും തമ്മിൽ അത്ര നല്ല ഇതിലല്ല എന്നുള്ള കാര്യം. അപ്പോൾ ഇവളിങ്ങനെ പറയും ചെറുതായിട്ടൊരു കൊളസ്ട്രോളൊക്കെ ഉണ്ട്, നീ ഇടയ്ക്കൊക്കെ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി വരാനൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയും, എന്തായാലും ലീത്തയോ പുതിയ ഇൻവെസ്റ്ററിനെയൊക്കെ അന്വേഷിച്ച് നടക്കണേയുള്ള, നീ അറിഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഇല്ല. അവൻ്റെ കമ്പനി അത്രക്കും നഷ്ടത്തിലാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, എനിക്ക് അവൻ്റെ ക്ലയൻ്റ് ആയതുകൊണ്ട് ഞാൻ പറയല്ല, എനിക്ക് അവനെ തീരെ ഇഷ്ടമല്ല, അവൻ്റെ കമ്പനിയൊക്കെ ആകെ മോശത്തിലാന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്തുണ്ടെങ്കിലും ഇങ്ങനെ വിളിച്ചാൽ മതി, എന്നാൽ ഞാൻ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരനാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. ആ ഒരു സമയത്ത് അവളുടെ കൂട്ടുകാരി വന്നിട്ട് പറയും, എടി നീ എന്താ ഫോൺ എടുക്കാതെ, ഇത് ലീത്തയോ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറയും. അപ്പോൾ അവൾ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് നോക്കുമ്പോൾ എന്താ അവളുടെ അമ്മായും വേണമെങ്കിൽ മരിച്ചിട്ടുണ്ടാകും. ലീത്തയോ നല്ല കരച്ചിലൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഫ്യൂണറലിൻ്റെ പരിപാടിയൊക്കെ ആകും. അങ്ങനെ ഓരോരുത്തരൊക്കെ വന്ന് കാണും. അപ്പോൾ ഈ ഇവനാണെങ്കിൽ ലീത്തയോ ആണെങ്കിൽ വല്ലാത്തൊരു സങ്കടത്തിലാണ്, പുള്ളിക്കാരൻ വല്ലാതെ തകർന്ന് നിൽക്കണേണ്. അപ്പോൾ ആ ഒരു ദാക്യോങ് ആണെങ്കിൽ ഇവനെ വിളിച്ചിട്ട് ഇവൻ എന്ത് ചെയ്തെടുക്കില്ലല്ലോ. അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടുകാരൊക്കെ ആണെങ്കിൽ ഇവൻ്റെ അമ്മയുടെ ആ ഒരു മരണാനന്തര ചടങ്ങിന് പോകുമ്പോൾ ഇവളിങ്ങനെ ചോദിക്കും എങ്ങടാ പോകണമെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇങ്ങനെ പറയും, ആ സുൻവോടെ അമ്മായിമ്മ മരിച്ചു, ഞങ്ങൾ പോയി കണ്ടിട്ട് വരാമെന്ന് പറയുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നുണ്ടാവുക. അങ്ങനെ ഇവരാണെങ്കിൽ ആ ഒരു ചടങ്ങിലേക്ക് വരുമ്പോൾ നമ്മുടെ ലിത്തയോ ആണെങ്കിൽ വല്ലാതെ അങ്ങ് മാറും കേട്ടോ. അവൻ ഡ്രസ്സൊക്കെ എടുത്തിടും, അതുമാത്രമല്ല അവർക്ക് ഫുഡൊക്കെ ഇങ്ങനെ കൊടുക്കും, അവരുടെ അടുത്ത് ഇങ്ങനെ കളിച്ചിരിച്ചൊക്കെ നിൽക്കണ കാണുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു ആശ്ചര്യം തോന്നും കേട്ടോ. അങ്ങനെ ഇവക്കാണെങ്കിൽ അത് പറ്റാതിരിക്കുമ്പോൾ മോൻ്റെ അടുത്ത് പറയും, ഞാൻ പുറത്തിരിക്കണേന്നും പറഞ്ഞ് അവളാണെങ്കിൽ പുറത്തോട്ട് പോകും. ആ ഒരു സമയത്ത് ഈ ഒരു ദാക്യോങ് ആണെങ്കിൽ ആ ഒരു പാർക്കിങ്ങിൻ്റെ അങ്ങടേക്ക് വന്നിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ഇവളുടെ കൂട്ടുകാരി ഇങ്ങനെ ചോദിക്കും, എടി നീ അവനോട് പറഞ്ഞോന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഇല്ല ഞാൻ ഇതിലോട്ടും പറഞ്ഞില്ല, എടി ഞാൻ ഡിവോഴ്സ് ചെയ്യുന്നതിനെ പറ്റി നിൻ്റെ അഭിപ്രായം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവളിങ്ങനെ പറയും, നീ ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആണുങ്ങൾക്കൊന്നും പറ്റില്ല. ഇപ്പം അവൻ നിന്നെ ചതിച്ചാലും എല്ലാവരും പുറകിൽ നിന്നിട്ട് നിന്നെ പറ്റിയാണ് കുറ്റം പറയുള്ളൂ, അതോടെ നീ തീരുമാനിച്ചെടുത്താൽ മതിയെന്നും പറഞ്ഞ് അവളങ്ങ് പോകും. ആ ഒരു സമയത്ത് അവിടെയാണെങ്കിൽ അവൻ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഗസ്റ്റൊക്കെ ആണെങ്കിൽ അവനെ കാത്തു നിൽക്കുമ്പോൾ ആ ഒരു കൊച്ചാണെങ്കിൽ ആ ഒരു നെയ്ബറിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, അച്ഛനെ കണ്ടോന്ന് വയ്ക്കുമ്പോൾ അവൻ പറയും ഇല്ലാന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ അച്ഛനെ അന്വേഷിച്ച് ഇറങ്ങി പോകും കേട്ടോ. ലിത്തയോനെ അന്വേഷിച്ച് പോകും. ആ ഒരു സമയത്ത് ആ ഒരു വൈഫാണെങ്കിൽ സുൻവോക്ക് മെസ്സേജ് അയക്കും, ഇവിടെ ഗസ്റ്റൊക്കെ വെയിറ്റിംഗ് ഉണ്ട്, പെട്ടെന്ന് വരാൻ പറയുമ്പോൾ സുൻവോ ആണെങ്കിൽ അവിടെ നിന്ന് എണീച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താ ലീത്തയോ ആണെങ്കിൽ ആ ഒരു ദാക്യോങ്ങിൻ്റെ അച്ഛനെയും അമ്മേനെയൊക്കെ ആണെങ്കിൽ കാറിൽ കയറ്റി വിടും. അങ്ങനെ വിട്ടിട്ട് പുള്ളിക്കാരൻ എങ്ങോട്ടോ പോകുന്ന കണ്ടിട്ട് ഇവളാണെങ്കിൽ അവനെ ഫോളോ ചെയ്യും കേട്ടോ. അങ്ങനെ ഫോളോ ചെയ്തിട്ട് ഓർക്കും, വേണ്ട എന്തിനാ ഞാൻ ഫോളോ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ തന്നെ ഇവളുടെ അന്ന് പ്രപ്പോസ് ചെയ്ത ആ ഒരു പാട്ട് ഇവൾ കേൾക്കുമ്പോൾ നോക്കുമ്പോൾ എന്താ ഇവരിങ്ങനെ കിസ് ചെയ്യുന്നത് അവൾ കാണും കേട്ടോ. ആ ഒരു സമയത്ത് ആ ഒരു നെയ്ബർ ആണെങ്കിൽ ഈ ലിത്തയോനെ അന്വേഷിച്ചിറങ്ങുമ്പോൾ എന്താ സുൻവോനെ കാണും. അപ്പോൾ ഇവനും ആണെങ്കിൽ ഈ സുൻവോ ഇത് കാണുന്നതും ഇവനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ ആ ഒരു പരിപാടിയൊക്കെ കഴിയും. പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് അമ്മയുടെ ആ ഒരു അടക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് അവർ വീട്ടിലേക്ക് വരുമ്പോൾ അവളാണെങ്കിൽ നമ്മുടെ യങ്ജുനെ സമാധാനിപ്പിച്ച് പോയി റെസ്റ്റ് എടുക്കാൻ പറയും. ആ ഒരു സമയത്ത് ഇവനാണെങ്കിൽ ബാക്കിൽ നിന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയും, സുൻവോ ഒരുപാട് നന്ദിയുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇവൾ പെട്ടെന്ന് കൈ തട്ടി മാറ്റുട്ടോ. അപ്പോൾ അവനിങ്ങനെ ആലോചിക്കും, ഇവളെന്ത് ഇങ്ങനെ കാണിക്കണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ തന്നെ ഇവളാണെങ്കിൽ ആ ഒരു വക്കീല് പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന കാര്യം അവനൊരിക്കലും അറിയരുതെന്നുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവളാണെങ്കിൽ പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായെന്ന് അറിയാം, എല്ലാം ശരിയാവുമെന്നും പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുമ്പോൾ അവനും തിരിച്ച് കെട്ടിപ്പിടിച്ചിട്ട് പറയും, ഒരുപാട് നന്ദിയുണ്ടെന്നും പറഞ്ഞ് അവളങ്ങനെ കെട്ടിപ്പിടിക്കും. അപ്പോൾ ഹെൻസോ ആണെങ്കിൽ നമ്മുടെ ആ ഒരു ദാക്യോങ്ങിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് പറയും, ഞാൻ നിങ്ങളുടെ അയൽവക്കത്തുള്ളതാന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഇവളാണെങ്കിൽ കൊച്ചുങ്ങളുടെ ആ ഒരു ബുക്ക് കാണും കേട്ടോ. അപ്പോൾ അവൾ വയ്ക്കും എത്ര മാസമായെന്ന് വയ്ക്കുമ്പോൾ ആ ഒരു ഹെൻസോ പറയും 3 മാസമായി എന്ന് പറയും കേട്ടോ. അപ്പോൾ ദാക്യോങ് പറയും, അന്ന് അകത്തോട്ട് വാ നമുക്ക് സംസാരിക്കാമെന്നും പറഞ്ഞ് അവരങ്ങനെ ചായ കുടിച്ച് ഇങ്ങനെ സംസാരിക്കും. ശരിക്കും പറഞ്ഞാൽ സുൻവ പറഞ്ഞിട്ടായിരിക്കും അവൾ അങ്ങടേക്ക് താമസം മാറിയത്. അപ്പോൾ ഇതോടെയാണ് നമ്മുടെ എപ്പിസോഡ് 3 തീരുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.